അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണം അത് മനോഹരമായിട്ട് നമുക്ക് പാരായണം ചെയ്യാം, അത് പഠിക്കാം. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കും നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَاقْتُلُوهُمْ حَيْثُ ثَقِفْتُمُوهُمْ وَأَخْرِجُوهُمْ مِنْ حَيْثُ أَخْرَجُوكُمْ. തുടക്കം വഖ്തുലൂഹും കഴിഞ്ഞതിന് ശേഷം ഒരു അലിഫാണ്, വസ്ലിന്റെ ഹംസ എന്നാണ് ഇതിന് പറയാ. അതിന്റെ മുകളിൽ ഒരു ചെറിയ ഒരു സ്വാദ്, അതിന്റെ ഒരു ചെറിയ ഒരു ചിഹ്നമുണ്ട്. ആ സ്വാദിന്റെ തായോട്ടുള്ള ആ ഒരു ഭാഗമില്ലാത്ത ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവനും അതിലുണ്ടല്ലേ. സ്വാദിന്റെ ആ തുടക്കം അത് വസലിന്റെ ചേർത്തി ഓതുമ്പോൾ അത് ഉച്ചരിക്കുകയില്ല, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വസലിന്റെ ഹംസ എന്നാണ് അത് പറയുക. അത് മുമ്പുള്ള ഒരു പദത്തിൽ നിന്ന് ശേഷമുള്ളതിലേക്ക് കൂട്ടി വായിക്കുമ്പോൾ വാ എന്നതിൽ നിന്ന് അതിങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ ആ വസലിന്റെ ഹംസ ഉച്ചരിക്കുകയില്ല. വഖ്തുലൂഹും, ഇവിടെ നമുക്കത് കൺഫ്യൂഷൻ വരൂല. ചില സ്ഥലങ്ങളിൽ അത് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ ആ എന്നോ ഊ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ഓതുമ്പോ വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂകും. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 15ാമത്തെ ക്ലാസ് ആണ്. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ടും പാരായണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് തുടങ്ങിയിട്ടുള്ളത്. അല്ലാഹു തആല നമുക്ക് മനോഹരമായിട്ട് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ സൂറത്തുൽ ബഖറയുടെ 191ാമത്തെ ആയത്താണ്. അപ്പോ 191ാമത്തെ ആയത്താണ് ഓതുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ദിവസം 190 വരെയാണ് നമ്മൾ പാരായണം ചെയ്തത്. 14 ക്ലാസ്സുകൾ ഇതിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് 15ാമത്തെ ക്ലാസ് ആണ്. അപ്പോ നമ്മുടെ വീഡിയോകളൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ ഓരോ ക്ലാസ് കഴിയുന്തോറും ആ കഴിയുന്നതിന്റെ അവസാന ഭാഗത്ത് ഇപ്പൊ ഈ ക്ലാസിന്റെ അവസാന ഭാഗത്ത് നമ്മുടെ തുടക്കത്തിലുള്ള ഒരു ക്ലാസ് ഏതായാലും കൊടുക്കും. ഇതിന്റെ അവസാന ഭാഗത്ത്, ഏറ്റവും അവസാന ഭാഗത്തായിട്ട് ആ ഒരു വീഡിയോന്റെ ഒരു 3-4 വീഡിയോ കാണിക്കുമല്ലോ. അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ വീഡിയോ, പ്രത്യേകിച്ച് ആദ്യമായിട്ട് കാണുന്ന ആളുകൾ, ഇതിന്റെ മുൻഭാഗം കേൾക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യാം, ഇതിന്റെ അവസാന ഭാഗത്ത് ഉണ്ടാവും. ഈ വീഡിയോ ഇങ്ങനെ കേട്ട് കഴിഞ്ഞ അവസാന ഭാഗത്ത് കാണിക്കും 1ാമത്തെ വീഡിയോ. അതുപോലെ തന്നെ മുമ്പുള്ള വീഡിയോയും കാണിക്കും. ഇൻഷാ അല്ലാഹ് ഇനി ഒരു 2 ദിവസം കഴിഞ്ഞാൽ ഈ വീഡിയോന്റെ അവസാനത്തിൽ തന്നെ, ഇന്ന് 15ാമത്തെ ക്ലാസ് ആണെങ്കിൽ 16ാമത്തെ ക്ലാസ് 2 ദിവസം നോക്കിയാൽ അവിടെയും കാണാം. ഇനി അതെല്ലാ ദിവസവും നഷ്ടപ്പെടാതെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരെന്ത് ചെയ്യാം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ അയക്കുന്ന വീഡിയോകൾ മുഴുവനും, അതുപോലെ തന്നെ ചെറിയ ക്ലാസ്സുകളൊക്കെ വാട്സപ്പിൽ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഈ അയക്കുന്ന വീഡിയോകൾ മുഴുവനും ആ യൂട്യൂബിൽ വരുന്നത്, അയക്കുന്ന വീഡിയോകൾ മുഴുവനും വാട്സപ്പിൽ അയക്കുന്നതാണ്. അപ്പൊ അത് നഷ്ടപ്പെടാതെ ക്രമത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഖത്മ് തീർക്കാനും സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ് സാധാരണക്കാരായ
ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഖുർആനൊന്ന് മനോഹരമായിട്ട് പാരായണം ചെയ്യുക എന്ന ഉദ്ദേശം ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഓതുന്നത് ക്ലിയർ ആണോ അല്ലയോ എന്നുള്ളത് കൺഫ്യൂഷനുള്ള സംശയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു സഹായകരമാകും എന്ന പ്രതീക്ഷയിലാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്കൊക്കെ എല്ലാത്തിനും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നമ്മുടെ ഈ ക്ലാസ്സിന്റെ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോകളൊക്കെ എന്ത് ചെയ്യുക, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ ആ ബാക്കിയുള്ള വീഡിയോകളൊക്കെ അയച്ചു തരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. സമയം പോലെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മുടെ ചാനലിലുള്ള വീഡിയോ എടുക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ നേരെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഈ ചാനലിൻ്റെ പേരുണ്ട്, മദ്രസ ഖുർആൻ പഠന സഹായി എന്നുള്ളത് ഇംഗ്ലീഷിലുണ്ടാവും അല്ലേ. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു മുകളിലായിട്ട് തന്നെ ഹോം എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടാവും, വീഡിയോ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടാവും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മുമ്പുള്ള വീഡിയോകൾ മുഴുവനും താഴോട്ടുണ്ടാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്താൽ ആ വീഡിയോകൾ മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ സൂറത്തുൽ ബഖറയുടെ 191 ആയത്താണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് പ്രധാനപ്പെട്ടത് സുക്കൂനുള്ള നൂനിന്റെ നിയമങ്ങളാണ് പറഞ്ഞിരുന്നത്. മീമിൻ്റെത് വല്ലാതെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നത് കഴിഞ്ഞ മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ഉണ്ടാവും. പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കും. ഈ 191 ആയത്ത് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഗൾഫ് എന്ന് കൊണ്ടുവരുന്ന മുസാഫില് ഖുർആനില് 29ാമത്തെ പേജാണ്. അതിന് തുടക്കമാണ് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂകും. സുക്കൂനുള്ള മീം എവിടെ കണ്ടാലും അതിൻ്റെ തൊട്ടു ശേഷമുള്ള അക്ഷരം മീമ് തന്നെയാണെങ്കിൽ ഈ മീമ് ഒറ്റ മീമായിട്ട് ഉച്ചരിക്കും, ഒരു മീമേ ആയിട്ട് ഉച്ചരിക്കുള്ളൂ. അപ്പൊ ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് കൊടുക്കുന്നു, എന്നിട്ട് അതിന് കട്ടി കൂട്ടുന്നു അല്ലേ. രണ്ട് മീമുണ്ട്, പക്ഷെ മീമിന്റെ ശേഷം മീം വന്നാൽ സുക്കൂനുള്ള മീമിന്റെ ശേഷം മീം വന്നാൽ സുക്കൂനുള്ള മീമായിരിക്കണം. അപ്പൊ ആ മീമിന്റെ ശേഷം മീം വന്നാൽ ഈ ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് കൊടുക്കും. അപ്പൊ ആദ്യത്തെ മീം ഉച്ചരിക്കുകയില്ല. വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂകും വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും. അപ്പൊ മീമിന്റെ നിയമങ്ങൾ വളരെ സിമ്പിളാണ്. മീമിന്റെ ശേഷം മീം വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുന്നു, മണിക്കുകയും ചെയ്യുന്നു. വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂകും. ഇനി മീമിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ ടോട്ടൽ അറബിയിൽ എത്ര അക്ഷരമാണുള്ളത്? 28 അക്ഷരങ്ങളാണുള്ളത്. മീമിന്റെ ശേഷം മീം തന്നെ വന്നാൽ ഇദ്ഗാം ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. എങ്ങനെയാണ് മണിക്കുക? വഅഖ്രിജൂഹും മിൻ എന്ന് പറയാം അല്ലേ. വഅഖ്രിജൂഹും മി ഇപ്പൊ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളൂ, മണിച്ചിട്ടില്ല. മണിക്കൽ എങ്ങനെ? വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂകും. ഇനി മീമിന്റെ ശേഷം ബ വന്നാൽ മറച്ച് മണിക്കുക. മീമിന്റെ ശേഷം ബാക്കിയുള്ള 26 അക്ഷരങ്ങൾ, 28 അക്ഷരങ്ങളാണുള്ളത് അറബിയില്. അതിൽ മീമിന്റെ ശേഷം മീം പറഞ്ഞു, മീമിന്റെ ശേഷം ബ പറഞ്ഞു. ഇനി മീമിന്റെ ശേഷം ഈ ബും മീമും അല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും മീമിനെ വ്യക്തമായിട്ട് അതിന് സുക്കൂൻ കൊടുത്തിട്ട് വ്യക്തമായിട്ട് പറയണം. തുടക്കം തന്നെ ശ്രദ്ധിക്കൂ. വഖ്തുലൂഹും വഖ്തുലൂഹും എന്ന് മീമിന് സുക്കൂൻ കൊടുക്കുമ്പോൾ വായ പൂട്ടണം, ചുണ്ടു പൂട്ടണം. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും.
അവിടൊക്കെ ചുണ്ട് കൂട്ടണം. കാരണം മീമിന്റെ ശേഷം ഹ എന്നാണ് വന്നിട്ടുള്ളത്. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും സഖിഫ്തുമൂഹും വഅഖ്രിജൂഹും. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ വഅഖ്രിജൂഹും. ഇനി ശേഷമുള്ളതാണ് ഓതുന്നതെങ്കിൽ മിൻ ഹൈസു അഖ്റജൂകും മിൻ ഹൈസു അഖ്റജൂകും. അപ്പം മീമിന്റെ ശേഷം ബാക്കിയുള്ള 26 അക്ഷരങ്ങൾ വന്നാൽ അവിടൊക്കെ വെളിവാക്കണം. വാവും ഫാവുമാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, രണ്ടും കൂടി മിക്സഡ് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് വെളിവാകൂല, അങ്ങനത്തെ രൂപത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് വാവും ഫാവുമാകുമ്പോ. അപ്പൊ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് മാത്രം. എല്ലാവരും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ തന്നെയാണ്, അവിടൊക്കെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. എങ്കിലും ഫാവും വാവും ആകുമ്പോൾ അത് രണ്ടും കൂടി അത് ഇഖ്ഫാന്റെ രൂപത്തിലേക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നോക്കി, വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂകും വൽഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ വൽഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. അവിടെ വഖഫ് ചെയ്തു അല്ലേ. അപ്പൊ ഇനി മീമിന്റെ നിയമങ്ങൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഓർമ്മപ്പെടുത്തേ ചെയ്യുള്ളൂ. അപ്പൊ മീമിന്റെ നിയമങ്ങൾ നമുക്ക് ശരിക്കും മനസ്സിലാകണം. ജസ്റ്റ് ആ ചാർട്ടിലേക്കൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കുറെയൊക്കെ ആ പറഞ്ഞതും ആ ചാർട്ടിലേക്ക് കൂടി നോക്കുമ്പോൾ എന്ത് ചെയ്യും, ഒന്നുകൂടി വ്യക്തമാകും ഇൻഷാ അല്ലാഹ്. വൽഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ ولا تقاتلوهم عند المسجد الحرام حتى يقاتلوكم فيه. ഇവിടെയും കണ്ടില്ല, സുക്കൂണുള്ള മീമിന്റെ ശേഷം ഐന് വന്നു, ഇദ്ഹാർ ചെയ്യണം, വ്യക്തമാക്കണം. ولا تقاتلوهم عند المسجد الحرام حتى يقاتلوكم فيه. അപ്പൊ മീമിൻ്റെത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പദം മസ്ജിദിൽ ഹറാമി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ഒരു കാറ്റിങ്ങനെ വരും അല്ലേ. അതിന്റെ പുറമെ പിന്നെ ജി എന്നാണ്, മസ്ജിദിൽ ഹറാമി. അവിടെ ചിലപ്പോ അറിയാതെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോ എന്ത് ചെയ്യും, അത് ചി എന്നാകാൻ സാധ്യത, ചി അല്ലേ, മസ്ജി എന്നാകാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ആരും പറയുന്നും വേണ്ട, പറഞ്ഞു നോക്കും വേണ്ട. നമ്മള് ഓതുമ്പോ ആ ജി എന്നുള്ളത് ശരിക്കും കേൾക്കുന്ന രൂപത്തിലേക്ക് മാറ്റുക ഇൻഷാ അല്ലാഹ്. ആരെങ്കിലൊക്കെ മാറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് മസ്ജിന്ന് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം. അങ്ങനെ പറഞ്ഞിങ്ങനെ വശം ഉള്ളത് എന്ത് ചെയ്യണ്ട, കൊളാക്കണ്ട. ولا تقاتلوهم عند المسجد الحرام حتى يقاتلوكم فيه فإن قاتلوكم فاقتلوهم. كذلك جزاء الكافرين. كذلك جزاء الكافرين. മദ് മുത്തസ്സിലാണ് അല്ലേ. ജസാ എന്ന് മദ്ദക്ഷരം വന്നു. അവിടെ ഒരു മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരത്തിനാണ് മദ്ദക്ഷരം എന്ന് പറയാം. എപ്പോഴാ നീട്ടുക, ക അലിഫ് വന്നു, കി യാ വന്നു, കു ഇവിടെ വാവ് വന്നു. അപ്പൊ അലിഫ് യാ വാവ്, ഇതാണ് നീട്ടാനുള്ള ഉപയോഗിക്കുന്ന മദ്ദക്ഷരം. ഈ മദ്ദക്ഷരത്തിന് ശേഷം അതേ വാക്കിൽ ഹംസ വന്നാൽ, ഹംസ എന്ന് പറഞ്ഞാൽ അ ഇ ഉ, ഇതാണ് ഹംസ. അത് ഹംസ അലിഫിന്റെ മുകളിൽ ചിഹ്നമിട്ടുകൊണ്ട്, ഹംസയോട് ചിഹ്നമിട്ടുകൊണ്ട് എഴുതിയാലും ഹംസ ഒറ്റക്ക് എഴുതിയാലും എന്താണ്, രണ്ടും ഹംസയാണ്. അലിഫിന് ഫത്ഹ് കസ്ർ ലൊമ്മ ഇതിട്ട പിന്നെ അത് ഹംസയായി മാറി.
അപ്പൊ ഇവിടെ ജസാഉ ല ജസാഉൽ കാഫിരീൻ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ അതേ വാക്കിലാണ് വന്നത്. ജസാഉ ല ഇത് ഒറ്റ വാക്കാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സ്ഥലത്താണ് മദ് മുത്തസിലെ എന്ന് പറയാം. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നത് അതേ വാക്കിലാണ്, ചേർന്നുകൊണ്ട് വന്നതാണെങ്കിൽ മദ് മുത്തസിലെ, ചേർന്ന് വന്നതാണെങ്കിൽ മദ് മുത്തസിലെ. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നതെങ്കിൽ, ഹംസ ആ ഇ ഉ എന്ന് വന്നതെങ്കിൽ, മദ്ദക്ഷരത്തിന് ശേഷം ഇവിടെ ജസ എന്ന അലിഫിന് ശേഷം ഹംസ വന്നത് അതേ വാക്കിലായതുകൊണ്ട് മദ് മുത്തസിലെ. ഇനി മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നതെങ്കിൽ അതിന് മദ് മുൻഫസില എന്ന് പറയും. ചേർന്ന് നിൽക്കാത്ത അല്ലെ, മുൻഫസില വേർതിരിഞ്ഞു വേർപെട്ടുകൊണ്ട് നിൽക്കുന്നത്. كذلك جزاء الكافرين. ഒന്ന് ഓതി നോക്കാം. 191 ആയത്ത്, 29ാമത്തെ പേജ്. وَاقْتُلُوهُمْ حَيْثُ ثَقِفْتُمُوهُمْ وَأَخْرِجُوهُمْ مِنْ حَيْثُ أَخْرَجُوكُمْ وَالْفِتْنَةُ أَشَدُّ مِنَ الْقَتْلِ وَلَا تُقَاتِلُوهُمْ عِنْدَ الْمَسْجِدِ الْحَرَامِ حَتَّى يُقَاتِلُوكُمْ فِيهِ فَإِنْ قَاتَلُوكُمْ فَاقْتُلُوهُمْ كَذَلِكَ جَزَاءُ الْكَافِرِينَ. 192ാമത്തെ ആയത്ത്. فَإِنِ انْتَهَوْا. നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലൊക്കെ അക്ഷരം തിരിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വലിയൊരു സന്തോഷമാണ്. നമ്മുടെ ക്ലാസ് ഉപകാരപ്പെടും. ജസ്റ്റ് ഒന്നുമില്ലെങ്കിൽ കേൾക്കുകയെങ്കിലും ചെയ്യാം. തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ ക്ലാസ്സിന്റെ കൂടെ ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അതിന്റെ പുറമെ കേട്ടുകൊണ്ടെങ്കിലും അത് നമുക്ക് ഖത്മ് തീർക്കാനും സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആന്റെ ക്ലാസ് കൂടി ആകുമ്പോൾ അതൊരു കേൾക്കുകയും അത് പഠനവുമാണല്ലോ. അപ്പൊ അത് ആ പഠനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാന്നാണ്. അത് വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. നമ്മുടെ ഭാഗത്തുനിന്നുള്ള ചെറിയ ഒരു സേവനമാണെങ്കിലും ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തോടുകൂടെ നമ്മുടെ ക്ലാസ്സും അതുപോലെ തന്നെ കേൾക്കുകയും അത് പഠിപ്പിക്കുകയൊക്കെ ചെയ്താൽ നമുക്കൊക്കെ അതിന് വലിയ പുണ്യമാണ്, വലിയ കൂലി ലഭിക്കും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കിയിട്ട് ക്ലാസ് എന്ത് ചെയ്യുക, നല്ല ഉഷാറായിട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു സമയത്ത് തന്നെ ഒഴിഞ്ഞിരുന്നു കൊണ്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ കൂടുതലായിട്ട് ഏതെങ്കിലും ഭാഗം സംശയം വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് അത് ക്ലിയർ ആക്കാൻ സാധിക്കുന്നതാണ്. 192. فإن انتهوا فإن الله غفور رحيم. നേരത്തെ പറഞ്ഞ വസ്ലിന്റെ ഹംസ വന്നു, ശ്രദ്ധിക്കണം. വസ്ലിന്റെ ഹംസ ഫഇനി കഴിഞ്ഞിട്ടാണ് വസ്ലിന്റെ ഹംസ വന്നത്. അതെന്ത് ചെയ്യൂല, ചേർത്തി വായിക്കുമ്പോൾ അത് ഉച്ചരിക്കുകയില്ല. فإن الله غفور رحيم. فإن انتهوا فإن الله غفور رحيم. فإن انتهوا അവിടെ ഇഖ്ഫാ വന്നു അല്ലേ. നമ്മൾ നേരത്തെ മീമിന്റെ നിയമങ്ങളാണ് പറഞ്ഞത്. ഇനി സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം, സുക്കൂനുള്ള നൂനായാലും വേണ്ടില്ല തൻവീനായാലും വേണ്ടില്ല, എവിടെയെങ്കിലും സുക്കൂനുള്ള നൂന് വന്നു അതിന്റെ ശേഷമുള്ള അക്ഷരം, നേരത്തെ മീമിന്റെ ശേഷമുള്ള അക്ഷരമാണ് നോക്കിയത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. നൂനിന്റെ നിയമം, നൂനിന്റെ ശേഷമുള്ള അക്ഷരം ഉച്ചരിക്കുന്ന അക്ഷരം ഏതാണ് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചാർട്ടിലേക്ക് നോക്കിയാൽ വളരെ സിമ്പിൾ ആണ്. ആ ചാർട്ട് നമ്മുടെ ഖൽബിൽ എന്നും ഉണ്ടായിരിക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, മനസ്സിലാക്കി പഠിക്കുക. കാണാതെ ആരും പഠിക്കണ്ട. ഇന്നത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന്
കാണാതെ പഠിക്കുന്നതിന് കുഴപ്പമില്ല, അത് മനസ്സിലാക്കിയിട്ട് കാണാതെ പഠിക്കുക. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തിരിയുള്ളൂ. അപ്പോ ആ ചാർട്ടിലേക്ക് നോക്കി, സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ, താഴെയുണ്ടല്ലോ ആ നിയമങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് പറയാൻ മാത്രം. ഓർഡർ നമുക്ക് വേണമെന്നില്ല. ഞാൻ ഈ ഓർഡർ പറയുന്നത് ഏറ്റവും നൂനിന്റെ ശേഷമുള്ള ഇഖ്ലാവിന്റെ അക്ഷരം ഒന്നുള്ളൂ, ഇദ്ഗാമും ബിലാവിന്റെ അക്ഷരം രണ്ടെണ്ണമാണ്. അപ്പൊ ആ ഒരു ഓർഡറിലാണ് പറയുന്നത്. അപ്പൊ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ, സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഉള്ള അക്ഷരം ബ ആണെങ്കിൽ അവിടെ നൂനിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കണം. അതാണ് നിയമം. നൂനിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കുക. അതിനെ നൂനിനെ മറിച്ചിട്ട് എന്ത് ചെയ്യാം? മീമാക്കി കൊടുക്കുക. അതിന്റെ ആ മറിക്കുന്നതിന്റെ പേരാണ് ഇഖ്ലാബ്. മനസ്സിലായില്ലേ? നൂനിന്റെ സ്ഥലത്ത് മീമ കൊടുക്കുക, അത്ര തന്നെ, വേറൊന്നുമില്ല. നൂനിന്റെ ശേഷം ബ ആണെങ്കിൽ, നൂനിന്റെ ശേഷമുള്ള അക്ഷരം ബ ആണെങ്കിൽ നൂനിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കുക. അതന്നെ അപാസനത്ത് പറയാം. ഇനി സുക്കൂനുള്ള നൂനിന്റെയോ അല്ലെങ്കിൽ തൻവീന്റെ ശേഷം അല്ലേ ലാമോ റാ വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക. ഏതിനെ നൂനിനെ ലാമിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ റാ ആണെങ്കിൽ നൂനിനെ റായിലേക്ക് കൊടുക്കുക. അപ്പൊ ലാമു റാ എന്ത് ചെയ്യും? കട്ടി കൂടും. അത് മാത്രം ചെയ്താൽ മതി. നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കൊന്നും ചെയ്യണ്ട, വേറെ ഒന്നും കൊടുക്കണ്ട. ഉദാഹരണത്തിന് فَإِنِ انْتَهَوْا فَإِنَّ اللَّهَ غَفُورٌ رَحِيمٌ. ഇവിടെ കണ്ടില്ലേ? ഗഫൂറുൻ എന്ന് തൻവീൻ വന്നു. തൻവീനിന്റെ ശേഷമുള്ള അക്ഷരം പിന്നെയും റ എന്ന അക്ഷരമാണ് വന്നിട്ടുള്ളത്. അപ്പൊ ലാമും റാവും ഇദ്ഗാമും ബിലാവുന്നയുടെ അക്ഷരമാണ്. ഇദ്ഗാമും ബിലാവുന്നയുടെ അക്ഷരമായ റ വന്നാൽ എന്ത് ചെയ്യണം? ഗഫൂറുൻ റഹീം എന്ന് പറയുന്നത്. ഗഫൂറുൻ റഹീം. ഗഫൂറുൻ എന്ന് പറഞ്ഞാൽ ആ തൻവീൻ എന്തായി? വെളിവായി. തൻവീനെ വെളിവാക്കാൻ പാടില്ല, കാരണം ശേഷമുള്ള അക്ഷരം റ ആയതുകൊണ്ട്. ഗഫൂറുർ റഹീം. റു റ ആയത്ത് റു, രണ്ടാമത്തിന് റുൻ എന്ന, ആദ്യത്തിന് റുൻ എന്നായത് ഗഫൂറുൻ. അതിലെ തൻവീന് റുൻ എന്ന്, തൻവീൻ എങ്ങനെ ആയത്? റുന്, റുൻ. ഉച്ചരിക്കുമ്പോ എങ്ങനെ? റുൻ, റുന്, റുൻ. അപ്പൊ റുന് എന്ന് പറയാതെ റു, നൂനിനെ റായിലേക്ക് തന്നെ കൊടുക്കുക, രണ്ടാമത്തെ റായിലേക്ക് കൊടുക്കുക. അപ്പോ നൂന്, അപ്പൊ ഈ റായില് ഇപ്പൊ എന്തുണ്ട്? നൂനും ഉണ്ട് അല്ലെ? റുന് എന്നതില് റുൻ ഉച്ചരിക്കുമ്പോ റുന് എന്നാ പറയാം. അപ്പൊ ആ നൂനിനെ എടുത്തിട്ട് രണ്ടാമത്തെ റായിലേക്ക് കൊടുത്തു. അപ്പൊ റാ കട്ടി കൂടി അല്ലെ? രണ്ടാളാണ് ഇപ്പൊ, ഒന്ന് റാ ഉണ്ട്, പിന്നെ ആ തൻവീനിലെ നൂനും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് കട്ടി കൂടിയത് കൊണ്ടാണ് ആ ശബ്ദം അവിടെ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഗഫൂറുർ റഹീം. ഇതാണെന്ത്? ഇദ്ഗാമും ബിലാവുന്നയുടെ നിയമം. മിൻ റബ്ബിക എന്നുള്ളത് മിർ റബ്ബിക്, മിർ റബ്ബിക്, മിൻ ലദുൻക്. മിൻ ലദുൻക എന്നുള്ളത് മിൻ ലദുൻക്, മില്ല, മിൻ എന്ന് പറയാതെ മിൻ ലദുൻക്. ഒന്ന് ഓതി നോക്കി. അപ്പോ എന്താ പറഞ്ഞത്? സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ലാബാണ്. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ലാമോ റ വന്നാൽ ഇദ്ഗാമും ബിലാവുന്നെയാണ്, മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. ഇനി മണിച്ചുകൊണ്ട് കൂട്ടി യോജിപ്പിക്കുക അല്ലെ? കൂട്ടി യോജിപ്പിച്ചാൽ മണിക്കുക. അതിനാണ് ഇത് പറയാ ഇദ്ഗാം ബിഗുന്ന എന്ന് പറയാം. ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരം നാലെണ്ണമാണ് അല്ലെ? നൗമി, നൂന്, വാവ്, മീമ്, യാ. അപ്പൊ സുക്കൂനുള്ള നൂനിന്റെ ശേഷം നൂന്, വാവ്, മീമ്, യാ ഇതിൽ ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ, നൂന് വന്നാൽ, വാ വന്നാൽ, അല്ലെങ്കിൽ യാ വന്നാൽ, അല്ലെങ്കിൽ മീം വന്നാൽ അല്ലെ? ഈ അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുകയും ചെയ്യണം. അപ്പോ 3 നിയമം പറഞ്ഞ സുക്കൂനുള്ള നൂനിന്റെയോ തൻവീന്റെ ശേഷം ബ വന്നാൽ, അതുപോലെ തന്നെ പിന്നെ സുക്കൂനുള്ള നൂനിന്റെയും തൻവീന് ശേഷം ലാമും റാവും വന്നാൽ, പിന്നെ നൗമി വന്നാൽ അവിടെ ഇദ്ഗാമും ബിഗുന്നയാണ്. ഇനി പറയുന്ന 6 അക്ഷരം സുക്കൂനുള്ള നൂനിന്റെയോ തൻവീന്റെയോ ശേഷം 6 അക്ഷരമായ ഇദ്ഹാറിന്റെ അക്ഷരം ഹംസ, ഹ, ഹ, ഐന്, ഗൈന്, ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ അവിടെ വെളിവാക്കണം. ഏതിനെ? ഈ നൂനിനെ വെളിവാക്കണം, വ്യക്തമായിട്ട് ഉച്ചരിക്കണം. നൂനിന് സുക്കൂൻ കൊടുത്തിട്ട് പറയണം. തൻവീൻ ആകുമ്പോൾ ആ തൻവീൻ ഉണ്ടായിട്ട് കൃത്യമായിട്ട് പറയണം.
അതാണ് എന്ത് ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ. അപ്പോ ഇഖ്ലാബ് പറഞ്ഞു, ഇഖ്ലാബിന്റെ അക്ഷരം ബ ആണ്. ഇദ്ഗാം ബിലാഉന്നയുടെ അക്ഷരം ലാമും റാവുമാണ്. ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരം നൗമിയാണ്. അതുപോലെ തന്നെ ഇദ്ഹാറിന്റെ അക്ഷരം ഹംസ ഹംസ ഐന്. ഇനി ഇതിൽ പെടാത്ത, ഇപ്പൊ ഈ പറഞ്ഞത് 13 അക്ഷരങ്ങളാണ്. ഈ 13 അക്ഷരത്തിൽ പെടാത്ത ബാക്കി 15 അക്ഷരം, ടോട്ടൽ 28 അക്ഷരങ്ങളാണ്. 13 അക്ഷരം പറഞ്ഞ ബാക്കി എത്രയാണ്? 15 അക്ഷരമാണ്. ഈ 15 അക്ഷരവും എന്തിന്റെ അക്ഷരമാണ്? ഇഖ്ഫാന്റെ അക്ഷരങ്ങളാണ്. അപ്പൊ ഇഖ്ഫാന്റെ അക്ഷരം എന്ത് ചെയ്യും? അവിടെ മറച്ചു പണിക്കുക. എങ്ങനെ? ഇവിടെ ഫഇനി എന്നുള്ളിടത്ത് സ്കൂളിൽ നൂനല്ല, അപ്പൊ അത് നോക്കണ്ട, അത് നമ്മൾ ഉച്ചരിക്കാം. ഫഇനി എന്ന് പറഞ്ഞിട്ട് പറയാം. അതിന് ശേഷമുള്ളത് വസ്ലിന്റെ ഹംസയാണ് അല്ലേ? അപ്പൊ അത് കൂട്ടി വയ്ക്കുമ്പോൾ അതും ഒഴിവാകുന്നതാണ്. അവിടെ പിന്നെ വസ്ലിന്റെ ഹംസയ്ക്ക് ശേഷം അവിടെ എന്ത് വന്നു? ത വന്നു. ഇപ്പൊ ഈ പറഞ്ഞ 13 അക്ഷരത്തിൽ പെട്ടതല്ല, 13 അക്ഷരത്തിൽ പെടാത്തതായത് കൊണ്ട് അവിടെ ഇഖ്ഫാന്റെ അക്ഷരമാണ്. അപ്പൊ ഇഖ്ഫാന്റെ അക്ഷരമാകുമ്പോൾ എന്ന് പറയുന്നത് ഇപ്പൊ വെളിവായി. فإن انتهوا فإن الله غفور رحيم. وقاتلوهم حتى لا تكون فتنة ويكون الدين لله. وقاتلوهم അവിടെ ഇദ്ഹാർ ചെയ്യണം. സുക്കൂണിലെ മീമാണല്ലോ, മീമിന്റെ ശേഷം മീമും ബാഉമല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും വെളിവാക്കണം. വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന. വഖാതിലൂഹും എന്ന് സുക്കൂണിലെ മീമാണ് വ്യക്തമാക്കി പറയണം. ഹത്താ ലാ തകൂന ഫിത്നതുൻ വയകൂന അദ്ദീനു ലില്ലാഹ്. ഫിത്നത്തുൻ എന്ന തൻവീന് ശേഷം വാവാണ് വന്നത്. വാവ് വന്നാൽ എന്ത് ചെയ്യണം? വാവ് എന്തിന്റെ അക്ഷരമാണ്? ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമാണ്. നൗമി നൂന് വാവ് മീമ യാ. സുക്കൂണിലെ നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീന് ശേഷം നൗമി നൂന് വാവ് മീമ യാ, ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ എന്ത് ചെയ്യണം? അവിടെ ഇദ്ഗാം ബിഗുന്നയാണ്, കൂട്ടി യോജിപ്പിച്ച് മണിക്കുക. ഫിത്നത്തുൻ എന്നതില് ഫിത്നത്തുൻ വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന വയകൂന അദ്ദീനു ലില്ലാഹ് ഫഇൻ ഇൻതഹൗ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഫഇൻ ഇൻതഹൗ ഫലാ ഉദ്വാന فلا عدوان إلا على الظالمين. نرى وقاتلوهم حتى لا تكون فتنة ويكون الدين لله فإن انتهوا فلا عدوان إلا على الظالمين. 194. അശ്ശഹ്റുൽ ഹറാം. അശ്ശഹ്റുൽ ഹറാം എന്ന് പറഞ്ഞ വിഷയം സുക്കൂനുള്ള മീമ് പറഞ്ഞു, അതുപോലെ തന്നെ സുക്കൂനുള്ള നൂനും തൻവീനും പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ മദ് ലാസിമ്, മദ് മുൻഫസില്, അല്ല പിന്നെ മദ് മുൻഫസില്, മദ് മുത്തസില്, മദ് മുത്തസില്, മദ് മുൻഫസില് അല്ലേ? ഒരേ വാക്കിലാ വന്നതെങ്കിൽ മദ് മുത്തസിലാണ്, വേറിട്ട് നിൽക്കുകയാണെങ്കിൽ മദ് മുൻഫസിലാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയുകയാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയാണോ ശ്വാസം മുട്ടുന്നത്, മുറിയുന്നത്, അവിടെ നമുക്ക് നിർത്തേണ്ടി വരും. ഉദാഹരണത്തിന് അശ്ശഹ്റുൽ ഹറാമു ബിശ്ശഹ്രിൽ ഹറാമി വൽ ഹുറുമാത്, എനിക്കവിടെ നിർത്തേണ്ടി വന്നു, ബാക്കി ഓതാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ ശ്വാസം അനുവദിക്കുന്നില്ല. നമ്മൾ അവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? ശ്വാസം മുറിയാണ്. അപ്പൊ പിന്നെ അവിടെ നിർത്തേണ്ടി വരും അല്ലേ? അശ്ശഹ്റുൽ ഹറാമു ബിശ്ശഹ്രിൽ ഹറാം. അപ്പൊ ഞാൻ അവിടെ നിർത്തി. അവിടെ
അവിടെ ആയപ്പോൾ തന്നെ എന്ത് ചെയ്തു, ബാക്കി ഓടാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ ശ്വാസം പിന്നെ എന്ത് ചെയ്തു, വിടാൻ വേണ്ടി അവിടെ നിർത്തി. ഇനി ബാക്കി ഓതും അല്ലെ, ഒന്നുകിൽ ബിശ്ശഹ്രിൽ ഹറാമി വൽ ഹുറുമാത്, അല്ലെങ്കിൽ വൽ ഹുറുമാതു ഖിസാസ്. അപ്പൊ എവിടെയാണോ വഖഫ് ചെയ്യുന്നത്, വഖഫ് ചെയ്യുന്ന സ്ഥലം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തൻവീൻ ഫത്ഹ് ഉള്ള സ്ഥലത്ത് വാക്കിന്റെ അവസാനം തൻവീൻ ഫത്ഹ് അല്ലെ, വാക്കിന്റെ അവസാനത്തിൽ തൻവീൻ ഫത്ഹ് വരുമ്പോൾ അവിടെ നമ്മൾ ഒരു അലിഫ് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് നീട്ടാനുള്ള സ്ഥലമാണെങ്കിൽ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഇതല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പദത്തിന്റെ അവസാനത്തിൽ സുക്കൂൻ കൊടുക്കണം. ഉദാഹരണത്തിന് അശ്ശഹ്റുൽ ഹറാം, അശ്ശഹ്റുൽ ഹറാം, അശ്ശഹ്ർ എന്ന് ഞാൻ അത്ര മാത്രമേ പറയുന്നുള്ളെങ്കിൽ ഇങ്ങനെ വഖഫ് ചെയ്യാം, അശ്ശഹ്ർ, അശ്ശഹ്ർ. കാരണം റു എന്നത് ലമ്മിനെ എന്ത് ചെയ്യണം, സുക്കൂൻ കൊടുക്കണം. ഫത്തുഹും തൻവീൻ ഫത്തുഹും നീട്ടാനുള്ള സ്ഥലമല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, സുക്കൂനാണ് കൊടുക്കേണ്ടത്. അശ്ശഹ്റുൽ ഹറാം, മീമിന് സുക്കൂൻ കൊടുത്തു. അശ്ശഹ്റുൽ ഹറാമു ബിശ്ശഹ്ർ, ഞാൻ അവിടെ വഖഫ് ചെയ്തു, അപ്പൊ അവിടെയും സുക്കൂൻ കൊടുത്തു. ബിശ്ശഹ്രിൽ ഹറാം, ബിശ്ശഹ്രിൽ ഹറാമി വൽ ഹുറുമാത്, വൽ ഹുറുമാതു ഖിസാസ്, വൽ ഹുറുമാതു ഖിസാസ്. ഞാൻ അവിടെ വഖഫ് ചെയ്തു. ഖിസാസുൻ എന്നാണുള്ളത്. തൻവീൻ ലമ്മാണ്. തൻവീൻ ലമ്മ ആയിക്കോട്ടെ, തൻവീൻ കസ്ർ ആയിക്കോട്ടെ, ഫത്ഹ് വെറും ഫത്ഹ് ആയിക്കോട്ടെ, ഒറ്റ ഫത്ത് അല്ലെ, ഒരു ഫത്ഹ് അല്ലെങ്കിൽ ഒരു കസ്ർ അല്ലെങ്കിൽ ഒരു ലമ്മ, ഇവിടൊക്കെ എന്ത് ചെയ്യണം, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനാണ് കൊടുക്കേണ്ടത്. വൽ ഹുറുമാത്, വൽ ഹുറുമാതു ഖിസാസ്. ഖിസാസുൻ എന്ന തൻവീനെ സുക്കൂൻ കൊടുത്തുകൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. തൻവീൻ ഫത്ഹ് ആകുമ്പോഴേ ബസ്മീറ, റഹീമ, സമീഅ എന്ന് പറയുള്ളൂ. അപ്പോ അശ്ശഹ്റുൽ ഹറാമു ബിശ്ശഹ്രിൽ ഹറാമി വൽ ഹുറുമാതു ഖിസാസ്. അതുപോലെ തന്നെ വഖഫ് ചെയ്യുമ്പോൾ എവിടെയാണോ വഖഫ് ചെയ്യുന്നത് അതിന് സുക്കൂൻ കൊടുക്കണം എന്ന് പറഞ്ഞു. സുക്കൂൻ കൊടുക്കേണ്ടാത്ത സ്ഥലം ഏതാണ്? തൻവീൻ ഫത്ഹ് നീട്ടാനുള്ള സ്ഥലം. തൻവീൻ ഫത്ഹ് നീട്ടാനുള്ള സ്ഥലത്താണ് എന്ത് ചെയ്യുക, ആ ഒരു മാറ്റം വരുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ സുക്കൂനാണ് കൊടുക്കേണ്ടത്. ഇനി അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുകയും തൊട്ട് മുമ്പുള്ള അക്ഷരം വഖഫ് ചെയ്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മദ് ആരിദ് അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. മദ് ആരിദ് പറഞ്ഞാൽ പുതിയ ഒരു മദ് ഉണ്ടാകുന്ന സ്ഥലം. അത് നമ്മൾ വഖഫ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. വഖഫ് ചെയ്യുമ്പോ ഇപ്പൊ പറഞ്ഞല്ലോ, വൽ ഹുറുമാതു ഖിസാസ്, വൽ ഹുറുമാതു ഖിസാസ്. അവസാനത്തെ അക്ഷരത്തിന് തൻവീൻ ലമ്മ ആയതുകൊണ്ട് സുക്കൂനാണ് കൊടുക്കേണ്ടത്. ഖിസാസ്. ഇവിടെ വേറൊന്നും കൂടി നടന്നു, ഖിസാ എന്ന് പറഞ്ഞ് നീട്ടാനുള്ള കാരണം എന്താണ്? ഖിസാസ് ഇവിടെ നീട്ടാനുള്ള കാരണം എന്താണ്? വഖഫ് ചെയ്യുന്ന അക്ഷരത്തിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ എന്താ പറഞ്ഞേ? ഖിസാസ്. ഹുറുമാത് ബിശ്ശഹ്രിൽ ഹറാം, അശ്ശഹ്റുൽ ഹറാം ബിശ്ശഹ്രിൽ ഹറാം വൽ ഹുറുമാതു ഖിസാസ്. ഇവിടൊക്കെ വഖഫ് ചെയ്തപ്പോ അവസാനത്തതിന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട് കൂടുതൽ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഉണ്ടാകുന്ന മദ്ദിന്റെ പേരാണ് മദ് ആരിദ് എന്ന് പറയും. പുതിയ രൂപപ്പെട്ട് ഒരു മദ്, പുതിയതായിട്ട് രൂപപ്പെട്ട ഒരു മദ്. അത് നമ്മൾ വഖഫ് ചെയ്യുമ്പോഴേ ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ആ മദ് അവിടെ വരൂല. വൽ ഹുറുമാത് ഞാനവിടെ വഖഫ് ചെയ്തു, അപ്പൊ ആ മദ് അവിടെ വന്നു. ഇനി അവിടെ നിർത്തുന്നില്ല എങ്കിൽ വൽ ഹുറുമാതു ഖിസാസ്, ഞാൻ ഖിസാസിന്റെ അവിടെയാണ് നിർത്തിയത്.
ഹുറുമാത്തിന്റെ അവിടെ നിർത്തിയില്ല. അപ്പൊ അവിടെ സാധാരണ മന്തായി മാത്ത് വൽ ഹുറുമാത്തു ഖിസാസ് എന്ന് പറഞ്ഞിട്ടില്ല, അത് പറയാൻ പാടില്ല. വൽ ഹുറുമാത്തു ഖിസാസ് فمن اعتدى عليكم فاعتدوا عليه بمثل ما اعتدى عليكم واتقوا الله واعلموا. ഞാൻ അവിടെയാണ് നിർത്തിയത്. കാരണം എന്താണ് അവസാനത്തിൽ അവിടെ നിർത്തിയത് അതല്ല, അവിടെ എങ്ങനെ നിർത്തിയത്? വഅലം എന്ന് പറയാൻ പറ്റുമോ? മീമിന് സുക്കൂൻ കൊടുക്കാൻ പറ്റുമോ? കാരണം എന്താ, വഅലമു എന്ന പദമാണ്, നീട്ടാനുള്ള പദമാണെങ്കിൽ നീട്ടിയിട്ട് തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. വത്തഖുല്ലാഹ വഅലമു വത്തഖൂ ലാ ഫഅതദു അലൈഹി ബിമിസ്ലി മാ അഅതദ അലൈക്കും വത്തഖുല്ലാഹ വഅലമു മാ അഅതദ അലൈക്കും വത്തഖൂ. അവിടെ ഒന്നും നിർത്തേണ്ട ആവശ്യമില്ല. അഥവാ ഞാൻ നിർത്തിയാൽ മാ അഅതദ അലൈക്കും വത്തഖൂ അവിടെ ഞാൻ വഖഫ് ചെയ്തു. വത്തഖൂ എന്നുള്ളിടത്താണ് വഖഫ് ചെയ്തെങ്കിൽ അവിടെ അങ്ങനെ തന്നെയാണ് വത്തഖൂ എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം എന്താണ്, നീട്ടാനുള്ള അവിടെ എന്താണ്, ആ പദത്തിന്റെ അവസാനം നീട്ടാനുണ്ട്. തൻവീൻ ഫത്ഹും നീട്ടാനുള്ള സ്ഥലമാണെങ്കിൽ നീട്ടിയിട്ട് തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. ഞാൻ അവിടെ വഖഫ് ചെയ്തു. ആയത്തിന്റെ അവസാനമാണല്ലേ അല്ലേ? വഖഫ് ചെയ്തപ്പോൾ നൂനിന് സുക്കൂൻ കൊടുത്തു. മുത്തഖീന എന്നുള്ളത് മുത്തഖീൻ എന്ന് പറഞ്ഞു. നൂനിന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള യ ആണ്. നീട്ടാനുള്ള ഏതക്ഷരം വന്നാലും, തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരം ഏത് വന്നാലും അവിടെ മദ് ആരിൽ ഉണ്ടാകുന്നതാണ്. പുതിയ ഒരു മദ് ഉണ്ടാവുകയാണ്. മദ് ആരിൽ. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. നോക്കി അശ്ശഹറുൽ ഹറാമു ബിശ്ശഹരിൽ ഹറാമി വൽ ഹുറുമാതു ഖിസാസ് فمن اعتدى عليكم فاعتدوا عليه بمثل ما اعتدى عليكم واتقوا الله واعلموا أن الله مع المتقين. مع المتقين ശദ്ദുള്ള നൂന് എപ്പോഴും, ശദ്ദുള്ള മീം എപ്പോഴും എന്ത് ചെയ്യണം? മണിക്കണം. واعلموا أن الله مع المتقين. 195 وأنفقوا. ഞാൻ അവിടെ നിർത്തി. അവിടെ ഒന്നും നിർത്തണം എന്നല്ല, നിർത്തേണ്ടി വന്നാൽ അപ്പൊ ഞാൻ അവിടെ നിർത്തി. അപ്പൊ പിന്നെ നിർത്തൽ എങ്ങനെ? അവിടെ അവസാനം നീട്ടാനുള്ള അക്ഷരമാണ്. അപ്പൊ പിന്നെ വഅൻഫിഖൂ എന്ന് പറഞ്ഞിട്ട് എന്നെ നിർത്തേണ്ടത്. വഅൻഫിഖൂ ഫീ സബീൽ. ഞാൻ അവിടെയാണ് നിർത്തിയത്. ഇപ്പൊ ഞാൻ ഓതിയപ്പോ അവിടെയാണ് നിർത്തിയത്. അവിടെ ഒന്നും നിർത്തണ്ട, അങ്ങനെ പോയാൽ മതി. പക്ഷെ ഞാൻ അവിടെ നിർത്തി. എനിക്ക് നിർത്തണം എന്ന് തോന്നി, ഞാൻ അവിടെ നിർത്തി. അപ്പൊ നിർത്തുമ്പോ എങ്ങനെയാ നിർത്തുക? വഅൻഫിഖൂ ഫീ സബീൽ. കാരണം ലാമിന് കസ്റാണ്. അപ്പൊ ഇതിന് സുഖം കൊടുക്കുക. സുഖം കൊടുത്ത് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന് തൊട്ട് മുമ്പുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള ആയതുകൊണ്ട് ഫീ സബീൽ മദ്ദ് ആരിൽ തോന്നും. ഫീ സബീലില്ലാഹ് അവിടെയും അല്ലാഹ് മദ്ദ് ആരിൽ തോന്നും. അല്ലാഹി എന്നുള്ളതാണ് അല്ലേ? അവിടെ വഖഫ് ചെയ്യുമ്പോ അല്ലാഹ്. അപ്പൊ പിന്നെ അല്ലാഹ്. എന്ന് പറയാൻ പറ്റുമോ? കാരണം വഅൻ എന്ന് പറഞ്ഞാൽ നൂന് വെളിവായി. നൂന് വെളിവായാൽ ഇദ്ഹാറായി. ഇവിടെ ശേഷമുള്ള അക്ഷരം ഏതാണ് നോക്കി? ഏതാണ് അക്ഷരം? വഅൻഫിഖു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഫ ആണ്. ഫ ഇപ്പൊ പറഞ്ഞ 13 അക്ഷരത്തിൽപ്പെട്ടതാണോ? ബ അല്ല, ലാമും റാവുമല്ല, നൗമിയല്ല. നൗമി നൂന് വാവ് മീമ് യാ ഹംസ ഐന് ഗൈന് ഇതിൽപ്പെട്ടതല്ല. അപ്പൊ പിന്നെ ഇഖ്ഫായിന്റെ അക്ഷരമാണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ നൂനിനെ വ്യക്തമായി പറയുകയും ചെയ്യുന്നില്ല, ഒഴിവാക്കുകയും ചെയ്യുന്നില്ല. രണ്ടിന്റെയും ഇടയിലായിട്ട് വഅൻഫിഖൂ എന്ന് പറയാതെ വഅഫിഖൂ എന്ന് പറയാതെ വഅൻഫിഖൂ ഫീ സബീലില്ലാഹ് വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക. അവിടെ മീമ് കണ്ടില്ലേ? മീമ് സുക്കൂനുള്ള മീമിന്റെ ശേഷം
പിന്നെ മീമും ബഅല്ലാത്ത അക്ഷരമാണ്. മീമിന്റെ നിയമം ഓർമ്മയിലുണ്ടാകണം. മീമിന്റെ ശേഷം മീമ് വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. മീമിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ, മീമിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ മീമിനെ മറച്ച് മണിക്കുക. ബാക്കി ഏത് വന്നാലും മീമിനെ വ്യക്തമാക്കണം. അപ്പോ ബിഐദീകും ഇലത്തഹ്ലുകതി വഅഹ്സിനൂ, അവിടെ ഒരു മദ് കണ്ടില്ല, വഅഹ്സിനൂ. അവിടെ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ വഅഹ്സിനൂ എന്നേ പറയുള്ളൂ, വഅഹ്സിനൂ. ഇനി അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇവിടെ വഅഹ്സിനൂ മദ്ദക്ഷരം വന്നു, വഅഹ്സിനൂ നൂ, അപ്പൊ വാവ് വന്നു. ഇതാണ് മദ്ദക്ഷരം. വാവ് വന്നു. വാവിന്റെ ശേഷം ഹംസ വന്നത് അടുത്ത വാക്കിലാണ്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നതെങ്കിൽ മദ് മുൻഫസിലാണ് അല്ലേ. വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇവിടെ ഞാൻ വഖഫ് ചെയ്തു, നൂനിന് സുക്കൂൻ കൊടുത്തു, തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ളത് കൊണ്ട് മുഹ്സിനീൻ എന്ന് പറയും. മദ് ആരിദ് വരും. വഅഹ്സിനൂ എന്നുള്ളിടത്ത് മദ് മുൻഫസിലാണ്. ഒന്നുകൂടെ നോക്കി, വഅൻഫിഖൂ ഫീ സബീലില്ലാഹി വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുകതി വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. 196-ാമത്തെ പേജാണ്, 196-ാമത്തെ ആയത്ത്. എന്നാണുള്ളത്. അവിടെ നമ്മൾ നിർത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ വാവന് ഒന്നുമില്ല അല്ലെ, നീട്ടാനുള്ള വാവാണ്, ഒന്നുമില്ല, ഫത്തും കസറൊന്നുമില്ല. അപ്പൊ പിന്നെ വാവന് സുക്കൂനാണ്. അതിനുശേഷം വസ്ലിൻ ഹംസ ലാം, പിന്നെ ലാമിന് സുക്കൂൻ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എന്താണ് അവിടെ നീട്ടുകയില്ല. എന്തേ കാരണം അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഫഇൻ എന്നുള്ളത് എന്താണ്? സുക്കൂനുള്ള നൂനാണ് വന്നത്. സുക്കൂനുള്ള നൂന് വന്നു, ശേഷമുള്ളത് ഹംസയാണ്. ഹംസ വന്നാൽ, ശേഷമുള്ളത് ഹംസ വന്നാൽ ഇദ്ഹാർ ചെയ്യണം. സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ഹംസ, ഹ, ഹ, ഐന്, ഗൈന്. ഇവിടെ ഹംസ ഒന്നുമില്ല, ഊ എന്നുള്ളത്. ആ, ഈ, ഊ ഇതൊക്കെ എന്താണ്? ഹംസയാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം ഈ പറയപ്പെട്ട ഇദ്ഹാറിന്റെ അക്ഷരത്തിൽപ്പെട്ട 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ ഈ നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇവിടെ ഈ പദവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റാഇന് 2 നിയമങ്ങളുണ്ട്. ഒന്ന് തഫ്ഖീമുണ്ട്, ഒന്ന് തർഖീഖ് ഉണ്ട് അല്ലേ. തർഖീഖ് അല്ലേ. തഫ്ഖീം എന്ന് പറഞ്ഞാൽ വായ നിറച്ച് പറയാം. ഇതാണ് വായ നിറച്ച് പറയുന്നത്. ഇനി ലഘൂകരിച്ചുകൊണ്ട് കനം കുറച്ചുകൊണ്ട് പറയൂ, അതിന്റെ പേരാണ് തർഖീഖ് എന്ന് പറയും, നീർപ്പിക്കുക. അപ്പൊ അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് റാഇന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരം കസ്റായി വന്നാൽ. ഇവിടെ കണ്ടില്ലേ, ഇതാണ് നിയമം. റാഇന് സുക്കൂന് മുമ്പ് കസ്ർ വന്നാൽ, നമ്മള് സൂറത്തുൽ കഹ്ഫിലുണ്ടല്ലോ, നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിരുന്നു അതിന്റെ ക്ലാസ് അല്ലെ, കേട്ടവർക്കൊക്കെ അറിയാം. മിർഫഖ എന്ന് പറയൂല, മിർഫഖ, മിർഫഖ. അത് എത്രാമത്തെ ആയത്തിന്റെ ഓർമ്മയില്ല, ഇൻഷാ അല്ലാഹ് അത് എന്ത് ചെയ്യാ ഒന്ന് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കാം. മിർഫഖ എന്ന് പറയാം. മിർഫഖ, റാഇന് സുക്കൂന് മുമ്പ് കസ്ർ വന്നാൽ അവിടെ തർഖീഖാണ് ചെയ്യണത്. ഉഹ്സിർ എന്ന് പറയാൻ പറ്റൂല. ഫഇൻ ഉഹ്സിർതും, റാഇന് സുക്കൂന് മുമ്പ് കസ്ർ വന്നാൽ
തർഖീഖാണ് ചെയ്യേണ്ടത്. ഫഇൻ ഉഹ്സിർതും, ഇതിന് മാറ്റമായിട്ട് ഈ നിയമത്തിന് വിരുദ്ധമായിട്ട് ചില സ്ഥലങ്ങളിൽ വരും. ഇതാണ് നിയമം. ഈ നിയമത്തിന് വിരുദ്ധമായിട്ട് വരും. അത് നമ്മൾ എന്ത് ചെയ്യാം, ആ സ്ഥലം എത്തുമ്പോൾ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ പറയും ഫിർഔൻ എന്ന് പറയുന്നത് ജന്നാത്തുൽ ഫിർദൗസി അല്ലേ? ജന്നാത്തുൽ ഫിർദൗസ് നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ടെങ്കിലും ശരിക്കും ഓതുമ്പോൾ ഫിർദൗസ് എന്ന് പറയുന്നത് ഫിർദൗസ്. അപ്പൊ റാഇന് സുക്കൂന് മുമ്പ് കസ്ർ വന്നാൽ നിയമം എങ്ങനെയാണ്? ചില സ്ഥലങ്ങളിൽ മാറ്റമുണ്ട്. ശേഷമുള്ള അക്ഷരം കൂടി നമ്മളൊന്ന് സ്ഥലം പരിഗണിക്കേണ്ടതുണ്ട്. അപ്പൊ അത് ആ സ്ഥലത്തുമ്പോൾ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ നിയമം എങ്ങനെയാണ്? ഫഇൻ ഉഹ്സിർതും ഫമസ്തൈസറ, റാഇന് നമ്മൾ സാധാരണ ബ ബി ബു ല ത തി തു ഇങ്ങനെയാ പറയാറുള്ളത്. ജ ജി ജു ഹ ഹി ഹു ഖ ഖി ഖു ഇങ്ങനെയാണ് സാധാരണ പറയാം. എന്നാൽ റോഇനെ അങ്ങനെ പറയോ? റോ രി റു റോ റു അത് രണ്ടും തഫ്ഖീം ചെയ്തു. റോ രി റു റോ രി റു റോ റി എന്ന് പറയില്ല. റോഇന് എപ്പോ കസ്ർ വന്നാലും അതിനെ തർഖീഖ് ആക്കിയിട്ടാണ് ഓതേണ്ടത്. തഫ്ഖീം ആക്കിയിട്ട് ഓതാൻ പാടില്ല. വായ നിറച്ചുകൊണ്ട് പറയാൻ പാടില്ല. റോ വായ നിറയുന്ന രൂപത്തിൽ പറയരുത്, നേർപ്പിക്കണം. റോഇന് കസ്ർ വന്നാൽ, അതുപോലെ തന്നെ റോഇന് സുക്കൂന് മുമ്പ് കസ്ർ വന്നാൽ അവിടെയും ഫഇൻ ഉഹ്സിർതും എന്ന് പറഞ്ഞതുപോലെ തർഖീഖ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഫഇൻ ഉഹ്സിർതും ഫമസ്തൈസറ മിനൽ ഹദി. നമ്മളൊക്കെ അറിയാതെ എന്ത് ചെയ്യും, ഓതിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ട, മനസ്സിലാക്കി വെക്കേണ്ട സംഗതിയാണ്. ജസ്റ്റ് മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. ഫഇൻ ഉഹ്സിർതും ഫമസ്തൈസറ മിനൽ ഹദി ولا تحلقوا رؤوسكم حتى يبلغ الحدي محله. അവിടെ വഖഫ് ചെയ്തു മഹില്ലഹു ല മഹില്ലഹു എന്നുള്ളത് വഖഫ് ചെയ്തപ്പോൾ ഹാഇന് സുക്കൂൻ കൊടുത്തു മഹില്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം ഇൻഷാ അല്ലാഹ്. ഞാൻ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയുള്ളൂ. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോന്ന് വരണം. ചാർട്ടിന്റെ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇല്ലെങ്കിൽ ബാക്കോട്ട് നോക്കിയാൽ ജസ്റ്റ് മുന്നുക്ക് തന്നെ വരെ നോക്കിയിട്ട് ജസ്റ്റ് മുന്നുക്ക് തന്നെ വരാം ഇൻഷാ അല്ലാഹ്. നിയമങ്ങളൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോ ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളായിട്ട് വലിയ മാറ്റം തന്നെ ഉണ്ടാകാൻ നമ്മെ സഹായിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഫമൻ കാന മിൻകും മരീളാ, ഇവിടെ ഫമൻ എന്ന് പറഞ്ഞില്ല, ഫമൻ കാന മിൻകും സുക്കൂനുള്ള നൂനാണ് വന്നത്. നൂനിന്റെ ശേഷം കാഫാണ് വന്നിട്ടുള്ളത്. ഫമൻ കാന മിൻകും ഇഖ്ഫാ ചെയ്യണം. മിൻകും അവിടെ വഖഫ് ചെയ്തു കഴിഞ്ഞു. ഫമൻ കാന മിൻകും മരീളാ തൻവീൻ ഫത്ഹാണ്. അപ്പോൾ ഒരു അലിഫ് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യുന്നത്. മരീളാ അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ഫമൻ കാന മിൻകും, അവിടെ മീമുണ്ടല്ലേ, മീമിന്റെ നിയമം നമ്മൾ മനസ്സിലാക്കണം. ഫമൻ കാന മിൻകും മരീളാ, മീമിന്റെ ശേഷം മീം വന്ന എന്താണ് നേരത്തെ പറഞ്ഞു, ഇത് ആന്നും ബിഗുന്ന കൂട്ടി യോജിപ്പിക്കാൻ മണിക്കുക. فمن كان منكم مريضا أو به عذا أو به وقف أو به. فمن كان منكم مريضا أو به أو به أذى من رأسه.
ഇവിടെ മരീളൻ തൻവീന് ശേഷം ഉച്ചാരണത്തിൽ വരുന്ന അടുത്ത് ആ എന്നുള്ളതാണ് അല്ലെ, ഔ എന്നുള്ളത് ആ. അപ്പൊ ഇദാറിന്റെ അക്ഷരമാണ്. ഇത് എന്ത് ചെയ്യണം? ഇദ്ഹാർ ചെയ്യണം. ഇദ്ഹാറിന് ശലാവുമ്പോൾ ഇദ്ഹാർ ചെയ്യണം. എന്താ ഇദ്ഹാർ? വെളിവാക്കണം. മരീളൻ മരീളൻ കൂട്ടി വായിക്കുമ്പോഴേ വരുള്ളൂ, അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പായി. മരീളോ ഔ ബിഹി അദം മിർ റഅസിഹി. ഇപ്പൊ കഴിഞ്ഞു. മരീളോ, ഇനി മരീളൻ ഔ ബിഹി. അപ്പൊ പിന്നെ ഇദ്ഹാർ വരും. മരീളൻ തൻവീന് ശേഷം ഹംസ വന്നു. ഔ ബിഹി അദം മിർ റഅസിഹി. ഔ ബിഹി, ബിഹി എന്നതിന് ശേഷം ഒരു മദ്ദക്ഷരം വന്നു അല്ലേ, ഒരു യാ ഉണ്ട് അവിടെ, ചെറിയൊരു യാ കണ്ടില്ലേ. അപ്പൊ ബിഹി മദ്ദക്ഷരം വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നിട്ടുള്ളത്, അതാന്നുള്ളത് അല്ലേ. അപ്പൊ മദ് മുൻഫസിലാണ്, മദ് മുൻഫസിലാണ്. ഔ ബിഹി അദം, തൻവീന് ശേഷം മീ വന്നു. അദം മിർ റഅസിഹി, മിർ റഅസി, മിർ റഅസി, മിർ റഅസി. സുക്കൂനുള്ള നൂനിന് ശേഷം റാ വന്നു. ഇദ്ഗാമും ബിലാഗുന്നയാണ്. ബിലാഗുന്നയുടെ അക്ഷരം ലാമും റാവുമാണ്. അപ്പൊ മിർ റഅസി, മിൻ റഅസി എന്ന് പറയാൻ പാടില്ല. മിർ റഅസി, മിർ റഅസിഹി ഫഫിദിയതും മിൻ സിയാം. അത് ആരിത് വന്നു നിർത്തിയപ്പോ. മിൻ സിയാം, അവിടെ നൂനിന് ശേഷം സ്വാദ് വന്നു. ഇഖ്ഫാ ചെയ്യണം. ഫഫിദിയതും മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസുക്. നുസുക്, നുസു, നുസു, നുസ് എന്നല്ല, നുസുകു. ഔ നുസുക്കിൻ എന്നാണുള്ളത്. വഖഫ് ചെയ്യുമ്പോൾ നുസുക്, ഔ നുസുക്. ഫഇദാ അമിൻതും, ഇഖ്ഫാ ചെയ്യണം. ഫഇദാ മദ് മുൻഫസിലാണ്. അമിൻതും, ഫഇദാ അമിൻതും ഫമൻ തമത്തഅ ബിൽ ഉംറതി ഇലൽ ഹജ്ജ്. فمن تمتع بالعمرة إلى الحج فما استيسر من الهدي. കൂട്ടി വായിക്കാൻ എങ്ങനെ? ഫമസ്തൈസറ, ഫമസ്തൈസറ, ഫമസ്തൈസറ. ഫമാസ്തൈസറ എന്ന് പറയുന്നത് ഫമസ് വസലിന്റെ അംസ വരുന്നിടത്ത് അതിന് മുമ്പ് നീട്ടാനൊക്കെ വരുമ്പോൾ അതൊക്കെ ഒഴിവാകുന്നതാണ്. ഫമസ്തൈസറ മിനൽ ഹദി. ഫമല്ല, ഫമല്ല ശേഷമുള്ളത് എന്താണ്? ഫമല്ല. നൂന് ലാമിലേക്ക് കൊടുത്തു. ഫമല്ല. ഫമല്ലം യജിദ് ഫസിയാമു സലാസതി അയ്യാം. വഖഫ് ചെയ്തു. മദ് ആരിദ് വന്നു. ഫസിയാമു സലാസതി അയ്യാം. മീമിന് സുക്കൂൻ കൊടുത്തു. അയ്യാമിൻ എന്ന തൻവീൻ കസറാണ് അല്ലേ, സുക്കൂൻ കൊടുത്തു. പക്ഷെ കൂടുതൽ നീട്ടാനുള്ള കാരണം തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള അക്ഷരമാണ്. വഖഫ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ളതാണെങ്കിൽ മദ് ആരിദ് വരുന്നതാണ്. ഫസിയാമു സലാസതി അയ്യാമിൻ ഫിൽ ഹജ്ജി വസബ്അത്തിൻ ഇദാ റജഅതും തിൽക അശറതുൻ കാമില. അപ്പോൾ ഞാൻ ഇവിടെ വഖഫ് ചെയ്യണം, നിങ്ങൾ അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ശേഷമുള്ളത് നോക്കണം. തിൽക അശറതുൻ കാമില, തിൽക അശറത് അശറ അശറത്തുൻ കാമിലത്തുൻ ദാലിക ലിമൻ ലം യകുൻ. നിങ്ങൾ അവിടെ നിർത്തിയതെങ്കിൽ അപ്പൊ പിന്നെ ശേഷമുള്ള നിയമങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരണം. ദാലിക ലിമൻ ലം, ലിമൻ ലം യകുൻ, യകുൻ വെളിവായി, യകുൻ യകുൻ വെളിവായി. ശേഷമുള്ളത് ഹംസയാണ്. യകുൻ അഹ്ലുഹു ഹാദിരിൽ മസ്ജിദിൽ ഹറാം. മദ് ആരിദ് വന്നു. വത്തഖുല്ലാഹ്, മദ് ആരിദ് വന്നു. വത്തഖുല്ലാഹ വഅലമൂ അന്നല്ലാഹ്. അവിടെ ഒന്നും വഖഫ് ചെയ്യാൻ നിർത്തേണ്ട ആവശ്യമില്ല, നേരെ പോയാൽ മതി. വഅലമൂ നിർത്തി. വഅലമൂ മദ്ദുണ്ടല്ലോ എന്ന് കരുതി വഅലമൂ എന്ന് നിർത്താൻ പറ്റൂല. മദ് ആ മദ്ദൊക്കെ എപ്പോഴാ വരിക? ചേർത്തി വായിക്കുമ്പോഴാണ് വരിക. വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ഒന്ന് നോക്കാം. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് ഫഇൻ ഉഹ്സിർതും ഫമസ്തൈസറ മിനൽ ഹദി
ولا تحلقوا رؤوسكم حتى يبلغ الحدي محله فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك صيام صدقة أو تنوين همزة فإذا أمنتم فمن تمتع بالعمرة إلى الحج فما استيسر من الهدي فمن لم يجد فصيام 3 أيام في الحج و7 إذا رجعتم تلك 10 كاملة ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا أن الله شديد العقاب. അൽ ഹജ്ജു. ഇവിടെ മുസ്ലിം നാംസ് തുടക്കത്തിൽ തന്നെ കണ്ടു അല്ലേ? തുടക്കത്തിൽ വരുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. ഇവിടെ അൽ ഹജ്ജു എന്ന് തന്നെ വായിക്കണം. എന്ന് വായിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഊന്ന് വായിച്ചാൽ പോരെ? കാരണം ഊന്നാണ്, ലൊമ്മാണത് അല്ല. ഫത്ഹും ഇല്ല, ഗസറും ഇല്ല, ലൊമ്മും ഇല്ല. പിന്നെന്താണ് അവിടെ ഉള്ളത്? ഒരു വസ്ലിന്റെ ഹംസയുടെ ചിഹ്നമാണ്. അലിഫിന്റെ മുകളിൽ ഒരു സ്വാദിന്റെ ചെറിയ ചിഹ്നമാണുള്ളത്. അത് വസ്ലിന്റെ ഹംസയാണ് എന്നുള്ളത്. ഇവിടെ എന്തിനാ തുടക്കത്തിൽ കൊടുത്തത്? നേരത്തെ പറഞ്ഞു വസ്ലിന്റെ ഹംസ എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതുമ്പോൾ അത് ഉച്ചരിക്കുകയില്ല. ഇവിടെ ഇപ്പൊ നമുക്ക് ചേർത്തി ഓതേണ്ട സ്ഥലം ഉണ്ടോ? ഇല്ലല്ലോ. ആയത്തിന്റെ അവസാനല്ലേ. ഇനി ഒരാൾ ആ ആയത്തിന്റെ അവസാനത്ത് നിർത്തുന്നില്ല അല്ലേ? നിർത്തുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? അപ്പോ വസ്ലിന്റെ ഹംസ ആവശ്യം വരും. അൽ ഹജ്ജു എന്നുള്ളത് നമ്മൾ കൂട്ടി വായിക്കുമ്പോ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബിൽ ഹജ്ജ്, ഇഖാബിൽ ഹജ്ജ്, ശദീദുൽ ഇഖാബിൽ ഹജ്ജ്. അവിടെ വഖഫ് ചെയ്തു. ശദീദുൽ ഇഖാബിൽ ഹജ്ജ് അശ്ഹറു, ശദീദുൽ ഇഖാബിൽ ഹജ്ജ് അശ്ഹുറും മഅലൂമാത്ത്. ഇപ്പൊ നമ്മൾ കൂട്ടി വായിച്ചു. ആയത്തിന്റെ അവസാനം ചെയ്യാ വഖഫ് ചെയ്യാം അല്ലേ? ഇനി അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിലോ? ഇപ്പൊ നമ്മൾ ഫാത്തിഹ ഓതുകയാണ്. ഫാത്തിഹ ഓതുമ്പോൾ എന്ത് ചെയ്യാം? ഓരോ ആയത്തിന്റെ അവസാനത്തിൽ നിർത്തുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ഇനി ഒരാൾ നിർത്തിയില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين. അങ്ങനെ ഓതാനൊന്നും കുഴപ്പമൊന്നുമില്ല. അതെന്ത് ചെയ്യാ? അവിടൊക്കെ എന്ത് ചെയ്യാ? നിർത്തുക. അതാണ് നല്ലത്. വഅലമൂ. അപ്പോ വസ്ലിൻ ഹംസ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുകയില്ല. ഇനി മുമ്പ് നിർത്തി ഇനി അത് ഓതുമ്പോ ആ നാണോ വായിക്ക, ഈ നാണോ വായിക്ക, ഊ എന്നാണോ വായിക്കുക? അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. വസ്ലിന്റെ ഹംസ വരുന്ന സ്ഥലത്ത്, അലിഫും ലാമും വരുന്ന സ്ഥലത്ത് എപ്പോഴും ആ എന്നേ തന്നെയാണ് വായിക്കേണ്ടത്. അൽ ഹജ്ജു വസ്ലിന്റെ ഹംസ വരുന്നിടത്ത്, അലിഫും ലാമും വരുന്ന സ്ഥലത്ത് അൽ ഹജ്ജു ലാം അലിഫ് പിന്നെ വസ്ലിന്റെ ഹംസയും ലാമും ഉണ്ടെങ്കിൽ ആ എന്നാണ് വായിക്കേണ്ടത്. ലാം ഉണ്ടെങ്കിൽ ആ എന്നാ വായിക്കേണ്ടത്. അൽ ഹജ്ജു. ഈന്ന് വായിക്കാൻ പറ്റൂല, ഊന്ന് പറ്റൂല. അപ്പൊ അത് മനസ്സിലാക്കി വെക്കാൻ. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്, അശ്ഹുറും മഅലൂമാത്ത്. فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج. فمن فرض
ഇഖ്ഫാ ചെയ്യണം. തൻവീനേശം മീമോന്നോ ഇദ്ഗാമും ബിഗുന്നയാണ്, കൂട്ടി യോജിപ്പിക്കാൻ മണിക്കാൻ. അശ്ഹുറും മഅലൂമാതും ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ് ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് وما تفعلوا من خير يعلمه الله من خير لا تنوين من خاء എന്ന് പറയാൻ കാരണം എന്താ? ഇദ്ഹാറിന്റെ അക്ഷരമാണ് എന്ത്? ഖ എന്നുള്ളത് അല്ലേ? ഇദ്ഹാറിന്റെ അക്ഷരമാണ് ഹംസ ഖ. അപ്പോൾ മിൻ എന്ന് വ്യക്തമാക്കി പറയണം. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഇൽഹാറിന്റെ 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം, നൂനിനെ വെളിവാക്കണം. മിൻ ഖൈരിയ. ഇവിടെ തൻവീനിന്റെ ശേഷം യാ ആണ് വന്നത്, കൂട്ടി യോജിപ്പിക്കുക, മണിക്ക. യഅലം സുക്കൂനുള്ള മീമാണ്. യഅലമു എന്ന് പറയരുത്. ചിലപ്പോൾ അങ്ങനെ ചില പദങ്ങളുണ്ടല്ലോ യഅലമു, അപ്പൊ അത് അതുപോലെ ആകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. യഅലംഹുല്ലാഹ് വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വാ വത്തഖൂനി എന്ന് പറയുന്നത് വത്തഖൂനി യാ ഉലിൽ അൽബാബ്. യാ ഉലിൽ അൽബാബ്. ഉലി എന്നുള്ളടത്ത് കണ്ടില്ലേ, ഊ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വാവാണുള്ളത്. ആ വാവ് ഊലി എന്ന് വായിക്കണ്ടേ? വായിക്കാൻ പറ്റൂല. അത് വാവിന്റെ മുകളിൽ ഒരു ചെറിയ ഒരു 0 മാർക്ക് ഉണ്ട് അല്ലേ? അത് ഉച്ചരിക്കുകയില്ല. അത് എവിടെ വന്നാലും അത് സുക്കൂനല്ല. നമുക്കറിയാം ഖുർആനിലെ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുസാഫിൽ നമ്മളൊക്കെ ഈ കാണുന്ന ഇപ്പൊ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുസാഫിലൊക്കെ എന്താണ് ഖുർആനിലെ സുക്കൂന് അല്ലെ? ഒരു അർദ്ധാകൃതിയിലുള്ള ഇതാണ് അല്ലെ? വട്ടം പൂർണ്ണമായിട്ടില്ല. കണ്ടില്ലേ സുക്കൂന്? നമുക്ക് അറിയാം അൽ ബാബി എന്നുള്ളത് അൽ ലാമിന്റെ സുക്കൂൻ കണ്ടില്ലേ? ആ സുക്കൂനാണ്, അതാണ് സുക്കൂന്. ഈ വാവിന്റെ മുകളിലുള്ളത് സുക്കൂനല്ല, അപ്പൊ അത് ഉച്ചരിക്കുകയില്ല. ഉലൈക്ക ഉള്ളിടത്തൊക്കെ ഉണ്ടാവും, പല സ്ഥലങ്ങളിലും ഉണ്ടാവും. അപ്പൊ അത് ഉച്ചരിക്കുകയില്ല. യാ ഉലിൽ അൽബാബ് വഖഫ് ചെയ്തു. ബാബ് ബാഇന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ളത് അലിഫാണ്, അവിടെ കാണുന്നില്ല എങ്കിലും ചെറിയൊരു അലിഫാണ് ബാബ് അല്ലെ? ബ എഴുതുമ്പോ ഒറ്റക്ക് എഴുതുമ്പോ ശരിക്കും എഴുതുമ്പോ ബ പിന്നെ ഒരു അലിഫിടും ബാബ് അല്ലെ? പിന്നെ ബ ആണ് ഇടല്. ബാബ് യാ ഉലിൽ അൽബാബ്. ഒന്ന് ഓതി നോക്കി. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത് ഫമൻ ഫർള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. 198 ആയത്ത്. ليس عليكم جناح أن تبتغوا ഹൽക്കിന്റെ തൊണ്ടയുടെ കഴുത്തിന്റെ മുകളിൽ ഭാഗത്തു നിന്നാണ് വരേണ്ടത്, താഴെ ഭാഗത്തു നിന്നല്ല, മുകൾ ഭാഗത്തുനിന്ന്. أن تبتغوا فضلا من ربكم فضلا തൻവീനേശം മീം ഒന്ന് ഇദ്ഗാം ബിഗുന്നയാണ്. മിർ റബ്ബിക്കും ഫളലം മിർ റബ്ബിക്കും മിർ നൂനേശം റ ഒന്ന് ഇദ്ഗാമും ബിലാ ഗുന്നയാണ്. മിർ റബ്ബിക്കും എന്ന് പറയാണ്. മിൻ റബ്ബിക്കും എന്ന് നൂന് അവിടെ പറയാനേ പാടില്ല. നൂനിന്റെ ഒരു ചെറിയ
ഒരു മണി പോലും അവിടെ വരാൻ പാടില്ല. മിൻ റബ്ബിക്കും അവിടെ മിർ റബ്ബിക്കും സുക്കൂനുള്ള നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തെൻവീന്റെ ശേഷം ലാമോ റ വന്നാൽ അവിടെ മറ്റൊന്നും ചിന്തിക്കരുത്. മിർ റബ്ബിക്കും ഫഇദാ അഫൽതും മിൻ അറഫാത്. ഫഇദാ എന്ന മദ്ദക്ഷരം അലിഫ് വന്നു. ഫഇദാ അലിഫ് വന്നു. ആ അലിഫ് കൂടുതൽ നീട്ടാനുള്ള കാരണം ശേഷമുള്ളത് ഹംസയാണ്. മദ്ദക്ഷരത്തിന്റെ ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നതെങ്കിൽ മദ് മുൻഫസിലാണ്. അപ്പൊ ഇങ്ങനെ ഫഇദാ അഫൽതും മിൻ അറഫാതിൻ ഫദ്കുറുല്ലാഹ്. ഫദ്കുറു വസ്ലിന്റെ ഹംസ വന്നു, അത് ഒഴിവായി. ഫദ്കുറുല്ലാഹ ഫദ്കുറു എന്നാണുള്ളത്. കൂട്ടി വായിക്കുമ്പോ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം വദ്കുറൂഹു കമാ ഹദാകും വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിനല്ലാല്ലീൻ. രണ്ട് മദ്ദുണ്ട്. ഒന്ന് മദ് ലാസിമാണ്, മറ്റൊന്ന് അവസാനം നൂന് സുക്കൂന് തൊട്ട മുമ്പ് നീട്ടാനുള്ള യാ ആയതുകൊണ്ട് മദ് ആരിൽ വരുന്നതാണ്. അപ്പൊ നോക്കി ഇനി പറയുന്നൊക്കെ എന്ത് ചെയ്യാ, ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. എവിടെ എന്തൊക്കെയാ ഉള്ളത് എന്നൊക്കെ എന്ത് ചെയ്യാ, ഒന്ന് നോട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാ, ഇന്നത് ഇന്ന സ്ഥലത്ത് ഇന്നതല്ലേ അല്ലെങ്കിൽ ഇന്നതാണ്, ഇഖ്ലാബാണ്, ഇദ്ഹാറാണ്, ഇഖ്ഫാണ് എന്ത് ചെയ്യാ, ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ലൈക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ് എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട് ലൈക്ക് ചെയ്യണം. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. അഭിപ്രായം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കാൻ താല്പര്യമുള്ളവരും ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു കമന്റ് ഇല്ലെങ്കിൽ ഒരു ലൈക്കിന്റെ ചിഹ്നെങ്കിലും അവിടെ എന്ത് ചെയ്യുക കൊടുക്കുക. കമന്റിലായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ആയിട്ട് ഒന്ന് എന്ത് ചെയ്യുക അറിയിക്കുക. ആ അറിയിക്കുന്നതിലൂടെ എന്ത് ചെയ്യും, നമ്മുടെ വീഡിയോകളൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്താനൊക്കെ സഹായകരമാകും. നിങ്ങളെ ലൈക്കും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിങ്ങളെ ഈ ഇരുന്ന് കാണലൊക്കെ എന്ത് ചെയ്യും, ആളുകളിലേക്ക് എത്താനൊക്കെ ഒരു സഹായകരമാകും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ക്ലാസ് എടുക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും അതിന് മുഖാന്തരം നിങ്ങൾ ചെയ്യുന്ന കമന്റും ലൈക്കൊക്കെ അത് ഒരുപാട് ആളുകളിലേക്ക് എത്താൻ സഹായിക്കുകയാണെങ്കിൽ, അവർക്കൊക്കെ ഇത് ഒരു ഉപകാരപ്പെടുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആനൊക്കെ പാരായണം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഫലം എല്ലാവർക്കും ലഭിക്കും. അല്ലാഹു തആല നമുക്ക് നല്ല നിലക്ക് പ്രവർത്തിക്കാനൊക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫളലൻ മിർ റബ്ബിക്കും فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين. 199 ثم أفيضوا من حيث أفاض الناس واستغفروا ثم أفيضوا من حيث അവിടെ എന്താ നിയമം, മിൻ ഹൈസു ഒന്ന് കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തി നോക്കി. മിൻ ഹൈസു അഫാദ الناس واستغفروا أفاض الناس واستغفروا الله. واستغفروا എന്നാണ് കൂട്ടി വായിക്കുമ്പോൾ واستغفروا الله إن الله غفور رحيم. ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم. നേരത്തെ പറഞ്ഞ നിയമത്തിൽപ്പെട്ടതാണ് അല്ലേ. ഇതേ സ്ഥലം നേരത്തെയും കഴിഞ്ഞു പോയി. ഇവിടെ എന്താ നിയമം, ഈ രണ്ടും ഒന്ന് കമന്റ് ചെയ്യാം. മിൻ ഹൈസു ഗഫൂറുർ റഹീം, ഈ രണ്ട് സ്ഥലത്തും
200-ാമത്തെ ആയത്താണ് അല്ലെ, സൂറത്തുൽ ബഖറയുടെ 200-ാമത്തെ ആയത്താണ്. ഇൻഷാ അല്ലാഹ് 200 വരെ ഓതിയിട്ട് നമുക്ക് നിർത്താം ഇന്നത്തെ ക്ലാസ്. فإذا قضيتم مناسككم فاذكروا الله كذكركم كذكري എന്ന് പറയുന്നത് كذكركم റഅയിന് കസ്ർ വന്ന എപ്പോഴും തർഖീഖാണ് ആക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. كذكركم آباءكم أو أشد ذكرا تنوين فتحة ذكرا فمن الناس من يقول ربنا آتنا في الدنيا ربنا മദ് മുൻഫസിലോടെ വരുന്നുണ്ട്. ربنا آتنا في الدنيا നമ്മൾ പഠിച്ച നിയമത്തിന് വിരുദ്ധമായ ഒരു പദമാണ് ഫിദ്ദുനിയ. സുകൂനുള്ള നൂനിന്റെ ശേഷം യാ വന്നാൽ പറഞ്ഞല്ലോ നൗമി നൂന് വാവ് മീമിയാ സുകൂനുള്ള നൂനിന്റെ ശേഷം യാ വന്നാൽ എന്താ നിയമം? നൗമി ഇദ്ഗാമും ബിവന്നെ കൂട്ടി യോജിപ്പിക്കുക ഫിദ്ദുയ്യ എന്ന് പറയണ്ടേ. പക്ഷെ ഈ പദം അതിന് വിരുദ്ധമായ പദമാണ്. അങ്ങനെ ചില പദങ്ങളുണ്ട്. ഫിദ്ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് ഇവിടെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് മദ് ആരി വന്നു. ഫിൽ ആഖിറതി ഇത് നമുക്ക് പരിചയമുള്ള പദമായതുകൊണ്ട് ഫിൽ ആ എന്ന് പറഞ്ഞു. ആ എന്ന് പറയാൻ കാരണം എന്താണ്? അലാമിന്റെ ഇടയിലാണ് ഹംസ വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇടയിൽ വന്ന ഹംസ വന്നാൽ പിന്നെ ഒരു അലിഫ് ഇട്ടാൽ പിന്നെ എന്താ പറയാ? ആ എന്ന് പറയാ. ഒരു ഹംസ ഇട്ട് ഫത്ഹ് കൊടുത്തു അതിന് ശേഷം ഒരു അലിഫ് ഇട്ടാ പിന്നെന്താ പറയാ? ഒരു കൂടുതൽ അലിഫ് ഇട്ടാ ബ എന്ന് പറയാ അല്ലെ. അപ്പൊ അതുപോലെയാണ് ഫിൽ ആഖിറതി എന്നുള്ളത് മദ്ദക്ഷരത്തിന്റെ ആ പിന്നെ ഹംസക്ക് ശേഷമാണ് ആ വരെയുള്ളത്. ചിലപ്പോ അതിന്റെ മുകളിലായിട്ട് വരലുണ്ട്, അപ്പൊ പിന്നെ നീട്ടൂല. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് 200 ആയത്ത് വരെ എത്തി. ഇൻഷാ അല്ലാഹ് ഈ വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ കൊണ്ട് തന്നെ നമ്മുടെ ഈ സൂറത്തുൽ ബഖറ അവസാനിക്കുകയും പുതിയ സൂറത്ത് നമുക്ക് തുടങ്ങുകയും ചെയ്യണം. പ്രത്യേകിച്ച് ഇനിയുള്ള ആയത്തുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആയത്തുകളാണ്. നമുക്കൊക്കെ എപ്പോഴും ഓതിക്കൊണ്ട് പരിചയമുള്ള, കാരണം ഹദ്ദാദിലും ഒക്കെ ആയിട്ട് നമ്മൾ ചെല്ലുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ആയത്തുൽ കുർസിയൊക്കെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇതുവരെ നമ്മുടെ കൂടെ ക്ലാസ്സിന് ഒരുപാട് ആളുകൾ പ്രേക്ഷകരായിട്ടൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. നിരന്തരമായിട്ട് ക്ലാസ്സിന്റെ ബാക്കിയും മുൻഭാഗത്തും അതൊക്കെ ഉള്ള ശേഷമുള്ളതൊക്കെ 6ാമത്തെ ക്ലാസ് കേട്ടവരുണ്ടാവും. ഈ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയാണ് നേരത്തെ വീഡിയോ എടുക്കുന്ന രൂപം പറഞ്ഞത് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ വീഡിയോ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ താഴെ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ ആ വീഡിയോകൾ ഓർഡർ ആയിട്ട് ഇൻഷാ അല്ലാഹ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. നമ്മൾ എപ്പോഴെങ്കിലും ഗ്രൂപ്പിലും അയക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും നഷ്ടപ്പെടാതെ ക്ലാസ് കേൾക്കാനൊക്കെ കഴിയുകയും ചെയ്യും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റഹ്മാനെ റബ്ബ് പൂർത്തീകരിച്ച് നൽകി നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ കടമുള്ളവർ, അതുപോലെ തന്നെ അനുയോജ്യരായ ഇണകളെ തേടുന്നവരുണ്ട്. ആണുങ്ങൾക്ക് അല്ലെ നല്ലൊരു വധുവിനെയും സ്ത്രീകൾക്ക് നല്ലൊരു വരനെയും ഒക്കെ കിട്ടണം. അതിനുവേണ്ടിയൊക്കെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും നല്ല അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല കുടുംബജീവിതം നയിക്കാനുള്ള തൗഫീഖ് അവർക്ക് നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും നമ്മുടെ മക്കളെയും നമ്മൾ വേണ്ടപ്പെട്ട എല്ലാവരെയും അവന്റെ യഥാർത്ഥ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബാദത്തിലായിക്കൊണ്ട് ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. റഹ്മാനെ റബ്ബെ നല്ല ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ.
ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശാരീരികമായ മാനസികമായ പൈശാചികമായ എല്ലാവിധ പ്രയാസങ്ങളും നീക്കി ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ഇബാദത്തുകൾ മുടക്കുന്ന ഒരു രോഗവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ആർക്കും തന്നെ നീ നൽകല്ല റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങൾ നിസ്കാരമൊക്കെ മുടക്കുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ. നീ നൽകല്ല റഹ്മാനെ. പരിപൂർണ്ണ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ധാരാളം കാലം ദീനി ഖിദ്മയിലായിക്കൊണ്ട് ദീനിന് വേണ്ടി സേവനം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാന്. പലരും പല ഉദ്ദേശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റഹ്മാനായ റബ്ബ് നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ. നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ. സാഹിര്യങ്ങളെ സിഹറിൽ നിന്ന് മാക്കിര്യങ്ങളെ മക്കറിൽ നിന്ന് ഹാസിദീങ്ങളെ ഹസദിൽ നിന്നൊക്കെ എല്ലാവിധ കുതന്ത്രക്കാരുടെ കുതന്ത്രത്തിൽ നിന്നൊക്കെ നമ്മയും നമ്മുടെ കുടുംബത്തെയൊക്കെ കാത്ത് സംരക്ഷണം നൽകി നമുക്ക് എല്ലാ നിലക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലൊക്കെ എല്ലാ നിലക്കും മഹബത്തിനെ വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ റബ്ബെ. ഞങ്ങളിൽ നീ ഈമാനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. പൂർണ്ണ ഈമാനിലായിക്കൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലായിക്കൊണ്ട് അടിയുറച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖും മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് കലിമ ചൊല്ലിക്കൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقاتلوا في سبيل الله الذين يقاتلونكم ولا تعتدوا إن الله لا يحب المعتدين. واقتلوهم حيث ثقفتموهم وأخرجوهم من حيث أخرجوكم. 190 അവിടുന്നാണല്ലേ ഇൻഷാ അല്ലാഹ്. والفتنة أشد من القتل ولا تقاتلوهم عند المسجد الحرام ولا تقاتلوهم عند المسجد الحرام حتى يقاتلوكم فيه فإن قاتلوكم فاقتلوهم كذلك جزاء الكافرين فإن انتهوا فإن الله غفور رحيم وقاتلوهم حتى لا تكون فتنة ويكون الدين لله فإن انتهوا فلا عدوان إلا على الظالمين. الشهر الحرام بالشهر الحرام والحرمات قصاص فمن اعتدى عليكم فاعتدوا عليه بمثل ما اعتدى عليكم واتقوا الله واعلموا أن الله مع المتقين. وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. وأتموا الحج والعمرة لله فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محله فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك فإذا أمنتم فمن تمتع بالأمرة إلى الحج فما استيسر من الهدي فمن لم يجد فصيام 3 أيام في الحج و7 إذا رجعتم تلك 10 كاملة ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا أن الله شديد العقاب.
الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق صدق الله العلي العظيم